അടുത്ത മാസം മന്തി ട്രൈ ചെയ്യും. ഞാൻ അത് കേൾക്കട്ടെ പറയാൻ വിളിച്ചിരിക്കാം. സൂപ്പർ സ്മെല്ലാണ്. കഴിക്കാറായില്ല ഇത് കുറച്ച് നേരം കൂടി വെക്കണമെന്നാ പറയുന്നത്. ഒരു ഹോംലി ബിരിയാണി കാണിക്കണം, എന്നാൽ അടുക്കളയിൽ കയറാൻ ഒരു മൂഡും ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ് കോകു ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ കഴിക്കാൻ അത്രയും ക്രേവിങ് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ റൂമിൽ നമ്മുടെ ഹാളിൽ കംപ്ലീറ്റ് ബിരിയാണീൻ്റെ സ്മെല്ല് വന്നു തുടങ്ങി. പക്ഷേ അപ്പോഴാണ് കോകു പറയുന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്നാൽ ഇതെല്ലാം കൊണ്ടൊന്ന് സെറ്റ് ആവത്തുള്ളൂ, കഴിക്കാൻ വേണ്ടി പാകമാവത്തുള്ളൂ എന്ന്. പക്ഷേ അത്രയും വെയിറ്റ് ചെയ്ത് ആഗ്രഹിച്ചിരുന്നിട്ട് നമുക്കിങ്ങനെ നമ്മളെ ഭർത്താവ് ഫുഡ് ഉണ്ടാക്കി തരുന്ന സമയത്ത് ആ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു എസ്പെഷ്യലി ആ ടേസ്റ്റ് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവരുടെ സ്നേഹം ഉണ്ടാവും. അവരത്രയും കരുതലോടെ അതിനും നമുക്ക് സ്പെഷ്യലാക്കണം എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യാസം ഇല്ല കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവൻ കഴിക്കട്ടെ, എന്നിട്ട് വിട്ടോളൂ. മതി. ചിക്കൻ പീസാണ് ഞാൻ അവനെ ഒപ്പിയെന്ന് ഷൂട്ട് ചെയ്യട്ടെ. നല്ലാന്ന് പറയാനുള്ളത്. കേക്കട്ടെ. ചിക്കൻ പീസ് അതാണോ അതെ സത്യം? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ മറ്റേ സൈബർ പാർക്കിൽ മറ്റേ കടയില് ഉണ്ടാക്കിയില്ലേ ബിരിയാണി, കടയില് കിട്ടിയില്ലേ മറ്റെന്താണ് 100 രൂപ 99 രൂപ അതേ സെയിം സാധനം. ഞാൻ പറഞ്ഞില്ലേ, ടു ഗുഡ് മാൻ